വാർത്തയിലേക്കാണ് നന്മയുടെ വാർത്തയിലേക്കാണ്. സൗദി അറേബ്യയിൽ ജയിലിലുള്ള അബ്ദുൾ റഹീമിന്റെ മോചനം വേഗത്തിലാക്കാൻ നിയമസഹായ കമ്മിറ്റി മനുഷ്യത്വം കൈകോർത്ത് സമാഹരിച്ച 34 കോടി രൂപ ഇന്ത്യൻ എംബസി വഴി കൈമാറും. ധനമന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതിയും തേടും. റഹീമിന്റെ മടങ്ങിവരവ് കാത്തിരിക്കുകയാണ് കുടുംബവും നാട്ടുകാരും. MS അനീഷ് കുമാറാണ് ചേരുന്നത്. വിവരങ്ങളുമായി അനീഷ്, ഒരു വലിയ നന്മയുള്ള വാർത്ത, കേരള സ്റ്റോറി പോലെയുള്ള വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് ഒരാളുടെ, മലയാളിയുടെ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിനായി ഇത്രയും പേർ പെട്ടെന്ന് തന്നെ കൈകോർത്തു എന്നുള്ള വളരെ സമാധാനപരമായ, നമുക്കൊക്കെ സന്തോഷം തരുന്നൊരു വാർത്ത. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും മലയാളി എന്ന രീതിയിൽ നമുക്കൊക്കെ അഭിമാനിക്കാൻ കഴിയുന്ന, കാരണം പലതരത്തിലുള്ള പ്രചാരണങ്ങൾ, പ്രൊപ്പഗണ്ടകളൊക്കെ കേരളത്തിനെതിരെ നിൽക്കുന്നുവെന്ന് ആരോപണങ്ങൾ ഉയരുന്ന സമയത്ത് തന്നെയാണ് മതചിന്തകൾക്കും രാഷ്ട്രീയ ചിന്തകൾക്കും മറ്റ് എല്ലാ വിഭാഗീയത ചിന്തകൾക്കും അപ്പുറം ഒരു മനുഷ്യജീവനായി മലയാളികൾ ഒന്നിച്ചു നിൽക്കുന്നത്. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ആളുകൾ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ച ഈ ധനസമാഹരണത്തിനായി ഉണ്ടാക്കിയ ആപ്പ് പൊതുജനങ്ങൾക്ക് ലഭ്യമായ ഡൊമൈനിലുള്ളതാണ്. അതിലേക്ക് ആളുകൾ ഓരോ നിമിഷവും കയറി എത്ര രൂപയായി, ഇനി എത്ര രൂപ പിരിവ് നടത്തണം എന്നതിനെക്കുറിച്ച് ആകാംക്ഷാപൂർവ്വം തിരയുന്ന കാഴ്ച. അതിനുശേഷം കേവലം 12 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 10 കോടി രൂപ സമാഹരിക്കാൻ കഴിയുക എന്ന സ്വപ്നതുല്യമായ നേട്ടം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൈവരിക്കാനും കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും 34 കോടി എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് ഇന്നലെ വൈകുന്നേരം 3 മണിയോടുകൂടി തന്നെ എത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ പിരിവ് നടത്തിയിരുന്ന, അല്ലെങ്കിൽ ധനസമാഹരണം നടത്തിയിരുന്ന സഹായവേദി, നിയമസഹായ വേദി ഈ ഫണ്ടിലേക്ക് പണം സ്വീകരിക്കുന്നത് നിർത്തലാക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷവും നിരവധി ആളുകളാണ് ഈ ആപ്പിൽ പണം നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ അബ്ദുൾ റഹീമിന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പണം നൽകാനുള്ള നീക്കവും നടത്തിയത്. പക്ഷേ അത്തരത്തിൽ കൊണ്ടുവന്ന പലരെയും ഈ നിയമസഹായ വേദി തിരിച്ച് വിടുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു. കാരണം എന്ത് കാര്യത്തിനാണോ പണം സമാഹരിച്ചത് അതിനുവേണ്ടി മാത്രമുള്ള പണം മതി, അല്ലെങ്കിൽ ഇതല്ലാതെ ഒരിടത്ത് പോലും ഇനി പിരിക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശം നൽകി വിടുന്ന ഒരു കാഴ്ച. നമുക്കറിയാം, ഈ കുട്ടികൾ അവരുടെ ഈ ചെറിയ കുണ്ടിക പിരിവായി അവർ വീട്ടിൽ നിന്നും ലഭിക്കുന്ന ചെറിയ പോക്കറ്റ് മണികൾ ഉപയോഗിച്ച് നടത്തുന്ന ശേഖരം മുതൽ അവർ അയൽപക്കങ്ങളിൽ കയറി വീട് വിടാന്തരം കയറി ഇറങ്ങി പിരിച്ച പണം മുതൽ ബിരിയാണി ചലഞ്ചും കുലുക്കി സർബത്ത് ചലഞ്ചും ബസ്സുകൾ ഓട്ടമോടിയും ഒക്കെ സമാഹരിച്ച പണമാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ആ പണം അധിക വൈകാതെ സൗദിയിലെ പാവപ്പെട്ട ആളുടെ കുടുംബത്തിന് കൈമാറും എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നുവെന്ന് നിയമസഹായ സമിതി അറിയിച്ചിരിക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും സൗദി എംബസിയുടെയും സംയുക്ത ഇടപെടലിൽ കൂടിയാണ് ഈ 34 കോടി രൂപ സൗദി കുടുംബത്തിന് കൈമാറുക. എന്തായാലും സൗദി കോടതിയുടെ ഒരു മേൽനോട്ടത്തിലാണ് ഇത്തരം ഈ മോചനദ്രവ്യം അല്ലെങ്കിൽ ചോരപ്പണം നൽകുന്നതിനുള്ള ഒരു ധാരണയിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കോടതിയുടെ മേൽനോട്ടവും ഇക്കാര്യങ്ങളിൽ ഉണ്ടാകും എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. ഇന്നും നാളെയും ബാങ്ക് അവധി ആയതിനാൽ ഈ തിങ്കളാഴ്ചയാവും ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഇപ്പോൾ തന്നെ സൗദി കുടുംബത്തെ ഇക്കാര്യം, ഈ പണം സമാഹരിച്ച കാര്യം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച ഈ കുടുംബം കോടതിയെ സമീപിക്കുകയും കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം മറ്റ് നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്തു. എന്തായാലും അവിടെ വളരെ വിപുലമായ ഒരു ക്രമീകരണങ്ങൾ സൗദിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൗദിയിൽ കൃത്യമായ ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. കാരണം 17 വർഷത്തിലധികമായി ജയിലിൽ കിടക്കുന്ന ആളാണ്. ഈ കൊലക്കയറിൽ നിന്നും പുറത്ത് കടക്കുന്നതിനായുള്ള ചർച്ചകൾ വളരെ വർഷങ്ങളായി തന്നെ നടക്കുന്നു. ഇത്തരം ചർച്ചകൾക്കൊടുവിലാണ് അബ്ദുൾ റഹീമിനെ വെറുതെ വിടാം, ഈ 34 കോടി രൂപ ചോരപ്പണമായി നൽകിയാൽ പുറത്തു വിടാം എന്ന ഒരു ധാരണയിൽ എത്തിച്ചേരുകയും ചെയ്തു. എന്തായാലും അത് തന്നെ വലിയ ഒരു നടപടിക്രമമാണ്. ആ നടപടിക്രമങ്ങൾ ഏതാണ്ട് വിജയം കാണുന്നു. അത് തന്നെയാണ് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകി. എന്തായാലും എല്ലാ മലയാളി